പ്രൈമറി വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പഠനം നിർബന്ധമാക്കുന്നതിൽ നിന്ന് മഹാരാഷ്ട്ര പിന്മാറിയപ്പോൾ അനുകൂല നിലപാടെടുക്കുകയാണ് കേരളം. 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് കേരളത്തിൽ നീക്കം നടക്കുന്നത്. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്നതിനിടയിലാണ് സംസ്ഥാനത്ത് തീരുമാനമുണ്ടാകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 3ാം ഭാഷാ നയത്തിന് BJPക്ക് വൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനത്ത് തന്നെ തിരിച്ചടി. മഹാരാഷ്ട്രയിലെ സ്കൂളുകളിൽ 5ാം തരം വരെ ഹിന്ദി ഭാഷ നിർബന്ധമാക്കിയ ഉത്തരവുകളാണ് റദ്ദാക്കിയത്. ഏപ്രിലാണ് ഹിന്ദി നിർബന്ധിത 3ാം ഭാഷയാക്കിയ ആദ്യ ഉത്തരവ് വന്നത്. പ്രതിഷേധം ശക്തമായതോടെ 3ാം ഭാഷയെ ഹിന്ദി അടക്കം ഏത് ഭാഷയും പരിഗണിക്കാമെന്ന് ഈ മാസം ഉത്തരവ് പുതുക്കി. മുംബൈ കോർപ്പറേഷനിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ തിരിച്ചടി മുന്നിൽ കണ്ടാണ് സർക്കാർ ഉത്തരവുകൾ എല്ലാം റദ്ദാക്കുന്നത്. ഭാഷാ വിവാദത്തിൽ ഒരുമിച്ച് പ്രതിഷേധിക്കാൻ MNS തലവൻ രാജ് താക്കറെയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയും തയ്യാറെടുത്തതോടെയാണ് പെട്ടെന്നുള്ള തീരുമാനം. തെരഞ്ഞെടുപ്പുകളിൽ താക്കറെമാർ ഒന്നിച്ചാൽ തിരിച്ചടിയുണ്ടാവാൻ സാധ്യതയെന്നാണ് BJP കണക്കുകൂട്ടൽ. അതേസമയം ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെ രാഷ്ട്രീയമായി എതിർക്കുന്ന കേരളം പക്ഷേ ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുകയാണ്. 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠനം തുടങ്ങാനാണ് ആലോചന. പുതിയ മാർഗരേഖയിലാണ് ഹിന്ദി പഠനത്തിന് പ്രാധാന്യം നൽകുന്നത്. ഹിന്ദിയിൽ ആശയവിനിമയത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. നിലവിൽ 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠനം. ഹിന്ദി വായിക്കാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്കുണ്ടാകണമെന്ന് സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. ഹിന്ദി സിനിമകൾ കാണാനും അവസരം ഒരുക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 മുംബൈ.